എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ കുറേ വീഡിയോസൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമേ ഇന്ത്യൻ റെയിൽവേയിലെ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വലിയ വിഷയമാണ്. അപ്പോൾ കളക്ടറിന് പൈസ കൊടുത്തില്ല, അതുകൊണ്ട് തന്നെ കളക്ടർ വിഷയമാക്കിയിരിക്കുകയാണ്. അപ്പം എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ ട്രെയിൻ നിർത്തിയെന്നാണ് ഇവിടെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അറിയാമല്ലോ, കേരളത്തിൻ്റെ വെളിയിൽ പോയി കഴിഞ്ഞാൽ എവിടെയും ജനറലിനകത്ത് ഇങ്ങനെ ആളുകൾ കയറി വരും, നിങ്ങളോട് പൈസ വയ്ക്കും, കൊടുത്തില്ലെങ്കിൽ അടിവല്ലം കിട്ടും. സ്ത്രീകൾ ഈ കാര്യത്തിൽ സുരക്ഷിതരാണ്. ഓക്കെ, പിന്നെ എല്ലാവരും ഇങ്ങനെയല്ല കേട്ടോ. ചിലവരൊക്കെ വളരെ മാന്യമായിട്ട് ചോദിക്കും, കൊടുത്തില്ലെങ്കിലും അവരൊന്ന് ചിരിച്ച് അവരങ്ങ് അവരുടെ വഴിക്ക് പോകും, അത്രേ ഉള്ളൂ. സോ അനുഭവത്തിൽ നിന്ന് പറയാണ്. ഇനി അടുത്ത വീഡിയോ, ഇതിനെന്തെങ്കിലും റെയിൽവേ എന്തെങ്കിലും ചെയ്യുമോ എനിക്കറിയാൻ മേല. എന്തൊക്കെയോ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ എന്നിട്ടും ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത വീഡിയോയിലേക്ക് പോകാം നമുക്ക്. അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അച്ഛനും അമ്മയും സ്വന്തം കുഞ്ഞിനെ പ്രാങ്ക് ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ കൈ അതിൻ്റെ ദേഹത്ത് വെക്കുന്നു, എന്നിട്ട് പുള്ളിക്കാരി വന്നിങ്ങനെ സംസാരിക്കുന്നു. കുറേ കഴിയുന്നുണ്ട് പുള്ളിക്കാരൻ എണീച്ച് പോവും. അപ്പോഴും ഈ കുഞ്ഞിൻ്റെ ദേഹത്ത് ഇങ്ങനെ കൈ ഇരിക്കുകയാണല്ലോ. അപ്പോൾ ഈ പുള്ളിക്കാരി നടന്നു പോകുന്ന ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ കൈ ഇങ്ങനെ ദേഹത്തിരിക്കുന്നു. അപ്പോൾ ആ കുഞ്ഞ് പേടിച്ച് പോവാണ്. ഓക്കെ, സോ അങ്ങനെ ഒരു ഫൺ വീഡിയോ ആണ്. ഇനി അടുത്ത വീഡിയോയിലേക്ക് പോകാം. അടുത്ത വീഡിയോ എവിടെയാണ് നടന്നതെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഒരു താറ് റോങ് സൈഡിൽ കയറി വരികയാണ്. അപ്പോൾ ഒരു ബുള്ളറ്റ് ലേഡി അയാളെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. സംഗതി എനിക്കങ്ങ് കൺഫ്യൂഷനായി. ഈ റോഡ് എങ്ങനെയാണ് ഇരിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ റിവേഴ്സ് അടിച്ചതാണോ എന്തടിച്ചാണ് ഫ്ലിപ്പ് ചെയ്യുന്നതാണോ എനിക്കറിയത്തില്ല. വലത്തെ സൈഡിൽ കൂടെ ആണ് ഓടിക്കുന്നത്. ആർക്കറിയാം ഗൈസ്. എനിക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഭ്രാന്തി പിടിച്ച് ഗൈസ് സത്യം പറഞ്ഞാൽ. എന്തായാലും റോങ് സൈഡിലാണെന്ന് പറയുന്നു. അപ്പോൾ അയാൾ പുറകോട്ട് എടുക്കുന്നു, എന്നിട്ട് അയാൾ ശരിയായ വഴി കൂടെ കയറിപ്പോവാണ്. എനിക്ക് തോന്നുന്നു വീഡിയോ ഫ്ലിപ്പ് ചെയ്തതായിരിക്കും, എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഭ്രാന്തി പിടിക്കുന്നു മനുഷ്യന്. അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ലേഡി വന്നിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നു. സംഗതി എന്ന് വെച്ചാൽ ലേഡിയോട് ടിക്കറ്റ് ടി ചോദിച്ചു. ബട്ട് ലേഡി ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് നോക്കി ഇരുന്നങ്ങ് പറയുകയാണ്. എന്തിനു പറയുന്നത്? അയാൾ ടിക്കറ്റ് ചോദിച്ചാൽ കാണിച്ചാൽ പോരായോ? ലേഡി അവിടെ നിന്ന് എന്നെ കണ്ടില്ലേ, ഞാൻ ഡ്രസ്സ് കണ്ടില്ലേ, എനിക്കിതൊക്കെ ടിക്കറ്റൊക്കെ എടുക്കാനുള്ള യോഗ്യതയില്ലേ, അങ്ങനെ ഏതാണ്ടൊക്കെ അടിച്ചു വിടുക. എന്ത് തേങ്ങയ്ക്ക്? അയാൾ ടിക്കറ്റ് ചോദിച്ചാൽ അങ്ങ് കാണിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നല്ലേ. ടിക്കറ്റ് ഇല്ലേ, ഫൈനുണ്ട്, അടച്ചിട്ടങ്ങ് പൊക്കോണം. ഗൈസ്, ഇങ്ങനെയാണെങ്കിൽ പണ്ട് ഞാനും ഒരു കൂട്ടുകാരനും കൂടി എറണാകുളത്ത് പോയി കേട്ടോ. ഞാൻ അന്ന് ഇട്ടിരിക്കുന്ന റബ്ബർ ചെരുപ്പാണ് പാരഗണിൻ്റെ. എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ മറ്റുള്ളവർക്ക് പിച്ചക്കാരനായിട്ട് തോന്നിയേക്കാം ഇവിടുത്തെ ഒരു ഇത് വെച്ചിട്ട്. ശരിക്കും അതൊരു പാഷനാണ്. എന്തായാലും കേസ്, ഞങ്ങൾ എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയ സമയത്ത് എന്നോടും കൂട്ടുകാരനോടും ടിക്കറ്റ് ചോദിച്ചു. ആ കോച്ചിൽ നിന്നിറങ്ങി വേറെ ആരോടും ചോദിച്ചില്ല കേട്ടോ. എന്തുവായാലും ഞങ്ങൾ അയാളോട് ചോദിച്ചില്ല. ഞങ്ങൾ കണ്ട പിച്ചക്കാരനെ തോന്നുന്നതുകൊണ്ടാണോ ഞങ്ങളോട് മാത്രം ഇങ്ങനെ ചോദിച്ചിരുന്നു. ഞങ്ങളൊന്നും വേണ്ടിയില്ല, ടിക്കറ്റ് എടുത്ത് കാണിച്ചു കൊടുത്ത് പുള്ളിക്കാരൻ്റെ പ്രശ്നം തീർന്നത്. എങ്കിലും പുള്ളിക്കാരൻ മറ്റുള്ളവരോട് ടിക്കറ്റ് ചോദിക്കായിരുന്നു, അത് ചോദിച്ചില്ല. അതൊരു മാതിരി ശരിയായ കാര്യമില്ല. ഇവിടെ എന്തായാലും കേസ് ടിക്കറ്റ് ചോദിച്ചാൽ അങ്ങ് കാണിക്കണം. എന്തിനായിരുന്നു ഈ ചുമ്മാ ഇരുന്ന് ഓരോ അവരാതെ ഇരുന്ന് സംസാരിക്കുന്നത്, വെറുതെ മനുഷ്യൻ്റെ സമയം കളയാനായിട്ട്?